നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ ഒരു സൈഡിലെ ടയർ, പ്രത്യേകിച്ച് ബാക്ക് സൈഡിലെ ഒരു ടയർ മാത്രം വെട്ടി തേയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ വെട്ടി തേയുന്നത്? അതായത് ചെത്തിപ്പോകുന്ന പോലെയാണ് തേയ്മാനം വരുന്നത്. എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് ജസ്റ്റ് നോക്കിയാലോ. ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്ന അർജുൻ സുരേഷാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ബ്രോ, സ്വിഫ്റ്റ് 2021 മോഡൽ റിയർ ലെഫ്റ്റ് ഒരു സൈഡ് ചെത്തിപ്പോകുന്നു. 21,500 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വീൽ അലൈൻമെൻ്റ് ആണോ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്, ഓർ എനി സസ്പെൻഷൻ കമ്പോണൻസിൻ്റെ വെയർ ആൻഡ് ടയർ ആണോ? റിയർ ടയർ വൺ സൈഡ് വേറെ സംഭവിക്കുമോ, ലൈക്ക് ഇൻ കേസ് ഓഫ് ഫ്രണ്ട് ടയേഴ്സ്? വണ്ടി ഓടിക്കുമ്പോൾ വേറെ അബ്നോർമൽ സൗണ്ട് ഒന്നുമില്ല, ആസ് വെൽ ആസ് വൺ സൈഡ് പുള്ളിങ് ഇല്ല. ഡ്രൈവിംഗ് ഇപ്പോൾ കംഫർട്ടബിൾ ആണ്. നോട്ട് ബെൽ ഇപ്പോഴും സ്റ്റോക്ക് ടയേഴ്സ് ആണുള്ളത്. ഓക്കെ, നല്ലൊരു കാര്യം. ഏതായാലും നല്ല രീതിക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിനകത്ത് ഒരു കാര്യം കൂടെ വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാമായിരുന്നു. എന്തെങ്കിലും ആക്സിഡൻറ്റ് ഹിസ്റ്ററീസോ കാര്യങ്ങളൊക്കെ വല്ലതും ഉണ്ടോ? കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഏതായാലും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഉണ്ടോ എന്നും കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ബാക്ക് സൈഡിലോട്ട് ഏതെങ്കിലും വാഹനം വല്ലതും വന്ന് ഇടിച്ച ടയറിൻ്റെ പൊസിഷനിലോട്ടോ ഷോക്കിൻ്റെ പൊസിഷനിലോട്ടോ റിയർ ആക്സിലിൻ്റെ പൊസിഷനിലോട്ടോ ഏതെങ്കിലും ഒരു ഹിറ്റ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിക്കും ഈ പറഞ്ഞതുപോലെ നമ്മുടെ വാഹനത്തിൻ്റെ ഷോക്കിന് മാത്രമല്ല റിയർ ആക്സിലിന് പ്രശ്നം വരാം. ഈ പറയുന്ന ഷോക്ക് മൗണ്ട് ചെയ്തിരിക്കുന്ന ആ പോർഷനിൽ എന്തെങ്കിലും ബെൻഡോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ശരിക്കും നമ്മുടെ ടയറിനെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഒന്ന് അലൈൻമെൻറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. വീൽ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് റിയറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതായത് അലൈൻമെൻറ്റിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കുക. ഇനി അതല്ല, നമ്മുടെ ഷോക്കും കാര്യങ്ങളൊക്കെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് പ്രത്യക്ഷത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ പറയുന്ന ടയർ വെട്ടി തേയ്മാനം വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെയാണ് വെട്ടി തേയ്മാനം വന്നിരിക്കുന്നത്. അന്നേരം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഷോക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ചു നോക്കുക. എവിടെയെങ്കിലും ബെൻഡോ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. അതായത് ഏതെങ്കിലും ഒരു ഇമ്പാക്റ്റ് കിട്ടിയ സമയത്ത് ഷോക്കിന് ചെറിയൊരു ബെൻഡ് വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് നന്നായിട്ട് നമ്മുടെ ടയറിൽ അത് ഫീൽ ചെയ്യിക്കത്തുള്ളൂ. ഡ്രൈവിംഗ് നമുക്കത് അത്രയും ബാധിക്കത്തില്ല. കാരണം നമുക്കത് അത്രയും ബാധിക്കത്തില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കത് ബാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടയർ മാറ്റി അപ്പുറത്തെ സൈഡിലിട്ട് അപ്പുറത്തെ ടയർ എടുത്ത് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ വാഹനം ഉറപ്പായിട്ടൊരു സൈഡ് പുള്ളിങ് ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് കഴിവത് നിങ്ങൾ ഈ ഒരു കാര്യം ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം ഈ വെട്ടി തേയ്മാനം വന്ന ടയർ സ്റ്റെപ്പിനെ ആക്കിയേച്ചും സ്പെയർ ടയർ എടുത്ത് ഈ സൈഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രോബ്ലംസ് മാറുന്നതായിരിക്കും. പക്ഷേ ആ കംപ്ലയിൻറ്റ് റെക്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രം അത് ഈ പറഞ്ഞ ഷോക്കും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കണം. അതിന് മുമ്പ് ആദ്യം ഒന്ന് അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാകുന്നതായിരിക്കും. ഇൻ കേസ് ഇത് അലൈൻമെൻറ്റ് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഷോക്ക് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പിന്നെ വാഹനം ഓടിക്കാവുള്ളൂ.